നമുക്കൊക്കെ രോഗങ്ങളെ ഭയമാണല്ലേ. ഇക്കാലത്തൊരു രോഗമുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പല വഴികളുണ്ട്, പ്രയാസമായ വഴികളൊക്കെ ഉണ്ട്. അങ്ങനെ പല കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ എളുപ്പത്തിൽ രോഗങ്ങൾ കണ്ടെത്താൻ പുതിയ ടെക്നോളജികൾ വന്നാൽ അത് നമുക്കൊരു ആശ്വാസം തന്നെയാണല്ലേ. അത്തരത്തിൽ ഊതി എങ്ങനെ രോഗം കണ്ടെത്താം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. പുതിയ ടെക്നോളജിയാണ്. അർബുദവും ക്ഷയവും ഉൾപ്പെടെ ചില രോഗങ്ങൾ നിങ്ങളെ പിടിമുറുക്കിയോ എന്ന് ആശങ്കയുണ്ടോ? രോഗനിർണയം അത്ര എളുപ്പമല്ല അല്ലേ? നീണ്ട ഒരു പ്രക്രിയ തന്നെ വേണം അതിന്. എന്നാൽ ഇനി ചില സങ്കീർണമായ രോഗങ്ങൾ പോലും ഓതി കണ്ടുപിടിക്കാം. കേട്ടാൽ കൗതുകവും ആശ്ചര്യവും തോന്നുന്ന ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ മലയാളികൾ തന്നെയാണ്. രാജ്യത്ത് ആദ്യമായി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഏറ്റക്കുറച്ചിൽ നിരീക്ഷിച്ച് രോഗങ്ങൾ തിരിച്ചറിയുന്ന സെൻസർ സാങ്കേതികവിദ്യയാണ് തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന അക്യുബിറ്റസ് ഇൻവെന്റ് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചത്. തങ്ങളുടെ കണ്ടുപിടുത്തത്തിലുള്ള പേറ്റന്റും ഇവർ സ്വന്തമാക്കി. പേറ്റന്റ് ലഭിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വോൾട്രാക്ക് എന്ന ഉപകരണവും ഇവർ വികസിപ്പിച്ചു. ശ്വാസകോശാർബുദം, ആസ്മ, ക്ഷയം മുതലായ രോഗങ്ങൾ ഈ ഉപകരണത്തിലൂടെ കണ്ടെത്താം. എളുപ്പത്തിൽ വാതകമായി മാറുന്ന കാർബൺ അടങ്ങിയ പദാർത്ഥങ്ങളാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ. ശ്വാസത്തിലും വിയർപ്പിലും ഇതടങ്ങിയിട്ടുണ്ട്. രോഗമുള്ളവരുടെ ശരീരത്തിൽ ഇതിന്റെ അളവ് കൂടുതലായിരിക്കും. ഒരു നിശ്ചിത അളവിൽ കൂടുതലാണിതെങ്കിൽ രോഗസാന്നിധ്യവും ഉറപ്പിക്കാം. അങ്ങനെ ചെലവേറിയ ബയോപ്സി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് മുൻപ് ഈ ഉപകരണത്തിലൂടെ ഡോക്ടർമാർക്ക് രോഗം എളുപ്പത്തിൽ കണ്ടെത്താം. പരിശോധിക്കുന്ന റിസൾട്ട് നേരിട്ട് രോഗിക്ക് ലഭിക്കുന്ന രീതിയായതിനാൽ ആശയക്കുഴപ്പം ഒഴിവാക്കാനും സാധിക്കും. ഏതൊരു ബയോകെമിക്കൽ റിയാക്ഷൻ, ഇപ്പം ജീവനോടെയോ അല്ലാതെയോ ഉള്ള ബാക്ടീരിയ മുതൽ ലാർജ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ്, അനിമൽസ്, പ്ലാന്റ്സ് മുതലായ എല്ലാ ജീവനുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നും ബയോകെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്ക് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യപ്പെടും. ഈ റിലീസ് ചെയ്യപ്പെടുന്ന വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മളെ ഡിവൈസിന് ഈ രോഗം വന്ന് നമ്മളെ ഈ സിംറ്റംസ് പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ വോളറ്റൈൽ ഓർഗാനിസത്തിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. വോൾട്രാക്കിന് പുറമെ അണുബാധ തിരിച്ചറിയാൻ ഡിറ്റക്സ് എന്ന ഉപകരണവും ഇവർ ഇതേ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചു. പ്രസവിച്ച സ്ത്രീകൾക്കും നവജാത ശിശുക്കൾക്കുമെല്ലാം ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടാവാൻ സാധ്യതയേറെയാണ്. ഡിറ്റക്സ് സ്ഥാപിച്ചിട്ടുള്ള പരിസരത്ത് അണുബാധയുണ്ടെങ്കിൽ സിഗ്നൽ ലഭിക്കും. തങ്ങളുടെ കണ്ടുപിടുത്തത്തിലൂടെ രോഗവ്യാപനം തടയാനും രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ നടത്തി മരണനിരക്ക് കുറയ്ക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ സംഘം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖ രേണുവാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ദു, ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൗതുകം, ആശ്ചര്യമൊക്കെ തോന്നുമല്ലേ? പക്ഷെ പുതിയ കണ്ടുപിടുത്തമാണ്, പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയല്ല, അത് വിജയിച്ചിട്ടുണ്ട്, പേറ്റന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മുന്നിലേക്ക് വരിക? എങ്ങനെയായിരുന്നു ഇവരുടെ ആ ഒരു നേട്ടം? കേൾക്കുമ്പോൾ കൗതുകമായിട്ട് തോന്നുമെങ്കിലും നമുക്കൊക്കെ എത്ര പ്രയോജനപ്പെടുന്ന, ആരോഗ്യമേഖലയ്ക്കൊക്കെ വലിയൊരു അസറ്റായി മാറാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഇതെന്ന് പറയാമല്ലേ. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ശ്വാസകോശാർബുദം അല്ലെങ്കിൽ ക്ഷയം പോലുള്ള സങ്കീർണമായിട്ടുള്ള രോഗങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് വോൾട്രാക്കിന് സാധിക്കുമെന്നാണ് പുതിയ കണ്ടുപിടുത്തം. അവരെ കണ്ടെത്തലിൻ്റെ പേറ്റന്റ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. എത്രയും വേഗം ഇത് ആശുപത്രികളിലേക്കൊക്കെ വന്നാൽ എത്രയോ രോഗികൾക്ക് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർക്ക് തന്നെ വലിയ പ്രോസസ്സിലൂടെ കടന്നു പോകാതെ വളരെ എളുപ്പം തന്നെ രോഗികളുടെ രോഗമൊക്കെ നിർണ്ണയിച്ചു കൊടുക്കാൻ സാധിക്കും. നമുക്കറിയാം, പല രോഗങ്ങളും കണ്ടെത്താനായിട്ട് നമുക്ക് കുറേയധികം സമയം വേണ്ടി വരും, അല്ലെങ്കിൽ വലിയൊരു സങ്കീർണമായ പ്രോസസ്സിലൂടെ രോഗി കടന്നു പോകേണ്ടി വരും. ഇതൊക്കെ രോഗിക്ക് വലിയൊരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഒരുപാട് സമയം നഷ്ടം, ആ സമയം കൊണ്ട് നമ്മളുടെ ആരോഗ്യം ഒരുപാട് മോശമായൊക്കെ പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലേ. പക്ഷേ ഇത് ഒന്ന് നോക്കൂ, ഊതിയൊരു അസുഖം കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ഈ ബ്രത്ത് അനലൈസർ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഊതിയൊരു അസുഖം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കാതെ എന്താണ് നമ്മുടെ രോഗം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചികിത്സിക്കാമെന്നൊക്കെ പെട്ടെന്ന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല, നമ്മളിപ്പോൾ പറയുന്നത് നവജാത ശിശു, അതുപോലെ തന്നെ അമ്മ, ഇവർക്കൊക്കെ രോഗം പിടിപെടാനും അതുപോലെ തന്നെ അണുബാധ ഏൽക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് അണുബാധ ഏറ്റിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നത് അവരെ ഏറ്റവും നന്നായി ആരോഗ്യകരമായിട്ട് അവരെ സംരക്ഷിക്കുന്നതിന് വലിയ രീതിയിൽ സഹായകരമാകും. ഇങ്ങനെ മറ്റ് സങ്കീർണമായിട്ടുള്ള രോഗങ്ങളും കൂടെ കണ്ടെത്താൻ സാധിച്ചാൽ നമുക്കറിയാം മരണനിരക്ക് വല്ലാത്ത രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരെ കുറേയൊക്കെ കൂടെ ആരോഗ്യവാന്മാരായിട്ട് നമുക്ക് ഒരുപാട് നാൾ നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടി നമുക്കിങ്ങനെ അവരെ സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള. ശരിയാണ്, പുതിയൊരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട്. സിമ്പിൾ ആണ് എന്നാണ് അവർ പറയുന്നതും ഇന്ദു പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത്.